നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ കൊല്ലം സ്വദേശിയായ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട റഹ്മാൻ സാറിനെ ഏറെ സ്നേഹത്തോടെ ഈ സൂം മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് കം റഹ്മാൻ സാർ. യെസ് സർ, ഐ എം ഹിയർ. ഞാനിവിടെ ഉണ്ട്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. തുടക്കത്തിൽ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു സൂം മീറ്റിങ്ങിൽ വന്നിട്ടുള്ള എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം, അതുപോലെ തന്നെ സ്വാഗതം. BNB സ്മാർട്ട് എന്ന ഈ ഒരു പ്രോജക്റ്റിലേക്ക് ആർദ്രവുമായി ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്തു. ഇന്നത്തെ എൻ്റെ കർത്തവ്യം അല്ലെങ്കിൽ എൻ്റെ ഡെഡിക്കേഷൻ അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു പ്രസന്റേഷൻ എന്ന കാര്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഓക്കെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണ് BNB സ്മാർട്ട്, അതുപോലെ തന്നെ ഈ BNB സ്മാർട്ടിൽ നമ്മൾ ജോയിൻ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് 0.04 എന്ന് പറയുന്ന ഒരു BNB 0.04 BNB നമ്മൾ രജിസ്റ്റർ ചെയ്ത് ഈ ഒരു പ്രോഗ്രാമിനുള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ നേട്ടമാണ് നമുക്ക് ഉണ്ടാകാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ എൻഡ് 12 ലെവൽ നമ്മൾ ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ 4000 BNB നമുക്ക് കിട്ടും. അതെങ്ങനെയാണ് നമുക്ക് നേടാൻ കഴിയുക, അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പൊ എല്ലാവരും വളരെ ശ്രദ്ധയോടെ നമ്മുടെ ഈ ഒരു ന്യൂറൽ മാട്രിക്സ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം, ഇത് വളരെ ഇന്റലിജന്റ് ആയിട്ട് വരുന്ന ഒരു കാൽക്കുലേഷൻ ആണ്. ആ ഒരു കാൽക്കുലേഷൻ നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു പ്രോഗ്രാമിലെ ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി, നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കുക. അതനുസരിച്ചിട്ട് നിങ്ങൾ പ്രവർത്തിക്കുക. 100% 100% എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കുന്ന നല്ല ഒരു പ്രോഗ്രാമാണ് അല്ലെങ്കിൽ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് BNB സ്മാർട്ട്. ഇതിൽ ചതി, വഞ്ചന, കളങ്കം ഒന്നുമില്ല. ഓക്കെ, തുടക്കത്തിൽ തന്നെ ഞാൻ പറയാം, നമുക്ക് ആകെ ഇതിൽ നമ്മൾ ചെലവാക്കേണ്ടത് 0.04 BNB. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് സർക്കിൾ ഉണ്ടാവും, ഒരുപാട് കോണ്ടാക്ട്സ് ലിസ്റ്റ് ഉണ്ടാവും. അതിൽ നിന്നും നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട, നമ്മൾ വളരെ സ്നേഹിക്കുന്ന 2 ആൾക്കാർക്ക് മിനിമം, നമുക്ക് 100 പേരുണ്ടെങ്കിൽ 100 പേർക്ക് കൊടുക്കാം. പക്ഷെ ഞാൻ പറയണ മിനിമം നമ്മൾ വളരെയധികം സ്നേഹിക്കുന്ന, അവർ രക്ഷപ്പെടണം എന്ന് നമ്മൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന 2 പേർക്ക്, മിനിമം 2 പേര് അല്ലെങ്കിൽ 2000 പേര് അല്ലെങ്കിൽ 2 ലക്ഷം പേര്, എത്ര ആൾക്കാരായിക്കോട്ടെ, അവരിലേക്ക് ഈ പ്രോഗ്രാം എത്തിക്കുക. മിനിമം 2 പേരിലേക്കെങ്കിലും എത്തിക്കുക. നമ്മൾ വിജയിച്ചു. റൂൾ നമ്പർ 1. റൂൾ നമ്പർ 2, ഇതിൽ വരുന്ന ഓരോരുത്തരും അവരവരുടെ ഇൻകം വരുന്നതനുസരിച്ചിട്ട് ഓരോ ലെവലും അപ്ഗ്രേഡ് ചെയ്ത് അടുത്ത ലെവൽ ഇൻകം വാങ്ങാൻ എലിജിബിൾ ആക്കുക. ഈ 2 കാര്യങ്ങൾ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ 2 കാര്യം മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ 100% വിജയിക്കും. ഇപ്പോഴും ഞാൻ പറയുന്നു നിങ്ങളോട്, നമ്മൾ ഈ ഒരു 0.04 BNB മാത്രം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഏൺ ചെയ്യാൻ പോകുന്നത് 4000-ന് മുകളിൽ BNB ആണ് നമ്മൾ ഏൺ ചെയ്യാൻ പോകുന്നത്. ഇന്ന് BNBയുടെ വില അറൗണ്ട് 60,000, 60,000 രൂപയായിരിക്കെ വരുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന കാലഘട്ടത്തിൽ മിനിമം ഒരു 5-6 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ BNBയുടെ റേറ്റ് 1 ലക്ഷത്തിന് മേളിലേക്കും പിന്നീട് അത് 2 ലക്ഷത്തിന് മേളിലേക്കും ഉറപ്പായിട്ട് പോകും. കിട്ടുന്ന BNB ഹോൾഡ് ചെയ്താൽ മാത്രം മതി നമുക്ക് അതിലൂടെ തന്നെ വലിയൊരു ഏണിങ്സ് വേറെ ഉണ്ടാക്കാം. നമുക്കിപ്പോ ഇവിടെ 4000 ചില്ലുവാനം BNB പറഞ്ഞ പോലെ നമുക്ക് ഒരു അര BNB കിട്ടുന്ന സമയത്ത് നമ്മൾ അത് ഹോൾഡ് ചെയ്താൽ തന്നെ ഈ സിസ്റ്റത്തിൽ നിന്നല്ലാതെ പുറമെ നമുക്ക് വേറൊരു ഏണിങ്സ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോ
വളരെ സിമ്പിളാണ് BNB സ്മാർട്ടിന്റെ ഈ ഒരു 2 മെട്രിക്സ് പ്രോഗ്രാം. വളരെ സിമ്പിളാണ്. നമ്മൾ ജോയിൻ ചെയ്യുകയും നമ്മൾ 2 ആളെ നിർബന്ധമായിട്ടും കൊണ്ടുവരികയും എല്ലാ അപ്ഗ്രേഡ്സും അതാത് സമയങ്ങളിൽ, ഇപ്പോഴും ഞാൻ പറയുന്നു, ഓരോ അപ്ഗ്രേഡിനും നമ്മുടെ സ്വന്തം പോക്കറ്റിൽ നിന്ന് 5 പൈസ നമ്മൾ ചെലവാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വർക്ക് ചെയ്ത് പ്രോപ്പർ വേയിൽ നമ്മൾ വർക്ക് ചെയ്ത് പോവുകയാണ് എന്നുണ്ടെങ്കിൽ, ടീമിന് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ താഴേക്ക് വരുന്ന ഓരോരുത്തർക്കും നമ്മൾ സപ്പോർട്ട് ചെയ്ത് പോവുകയാണ് എന്നുണ്ടെങ്കിൽ, അതേസമയം നമ്മുടെ ഓരോ അപ്ഗ്രേഡും നമ്മൾ അതാത് സമയം ചെയ്തു പോവുകയാണ് എന്നുണ്ടെങ്കിൽ, ഉറപ്പായിട്ട് 4138 BNB നമ്മൾ വാങ്ങുക എന്നുള്ളത് ഒരു വലിയ കാര്യമല്ല. അത് വളരെ ചെറിയൊരു കാര്യമാണ്. ഓക്കെ, ദെൻ ഇതെങ്ങനെ നേടാം? നമുക്ക് ഓരോരുത്തർക്കും, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഇതെങ്ങനെ നേടാം എന്ന് വളരെ വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഓരോരുത്തരും ഇതിന്റെ കാൽക്കുലേഷൻ ഒരു വല്ലാത്ത കാൽക്കുലേഷനാണ്. ആ കാൽക്കുലേഷൻ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ പഠിക്കുക, അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുക. അത് കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ട് ഇതിനേക്ക് ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ നമുക്ക് 4138 BNB ഈസിലി നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് പ്യുവറായിട്ടുള്ള, അതായത് ജെമ്മായിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, യാതൊരുവിധ മാനിപ്പുലേഷനും ഇല്ലാത്ത, കള്ളത്തരവും ഇല്ലാത്ത വളരെ പ്യുവറായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് എൻ്റെ കയ്യിലും നിങ്ങളുടെ കയ്യിലും ഇരിക്കുന്ന BNB സ്മാർട്ട് എന്ന ഈ ഒരു പ്രോഗ്രാം. ഓക്കെ, ഇനി ഞാൻ ഇതിന്റെ പ്ലാൻ പ്രസന്റേഷൻ, അല്ലെങ്കിൽ ഈ നമുക്ക് 4138 BNB എങ്ങനെ നമുക്ക് ഫസ്റ്റ് റൗണ്ട് കളക്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളിലേക്ക് വരാം. ഇവിടെ നമ്മളെ PDF എല്ലാവർക്കും കിട്ടിക്കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരു PDF കിട്ടുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു 7-8 പേജോളം ഈ ഒരു PDF-ലുണ്ട്. പക്ഷെ നമുക്ക് വേണ്ടത് മാറ്റേഴ്സ് എന്ന് പറയുന്ന ഈ ഒരൊറ്റ പേജ് മാത്രം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട്, ഇപ്പൊ സ്ക്രീനിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും, ഈ ഒരു പേജ് മാത്രം മതി. BNB-നെ കുറിച്ച് പറയുന്നുണ്ട്, BNB സ്മാർട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്, BNB സ്മാർട്ടിൽ വരുന്ന GS കോയിനെ പറ്റി പറയുന്നുണ്ട്. ഇതൊന്നും നമുക്ക് നോക്കണ്ട, ഇതെല്ലാം വരട്ടെ, അതെല്ലാം ഫ്യൂച്ചറാണ്. BNB പോലും ഫ്യൂച്ചറാണ്. BNB ഇപ്പൊ 2 ലക്ഷം, 5 ലക്ഷം, 10 ലക്ഷം, 1 കോടി ആവുമെങ്കിലും അത് ഫ്യൂച്ചറിലാണ് സംഭവിക്കുന്നത്. പക്ഷേ ഇന്ന് ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ഈ ഒരു മാത്തമാറ്റിക്സിലൂടെയാണ്. എന്താണ് ഈ ഒരു കമ്പനി അല്ലെങ്കിൽ ഈ ഒരു പ്രോജക്റ്റ് നമുക്ക് തരുന്ന ന്യൂമറിക്സ്, മാത്തമാറ്റിക്സ് എന്നുള്ളത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഫ്യൂച്ചറും പാസ്റ്റും പ്രസന്റും ഒക്കെ വിടും. ഫ്യൂച്ചറിൽ BNB 1 കോടി രൂപ പോയിക്കോട്ടെ, കുഴപ്പമില്ല, നമ്മൾക്ക് അന്ന് നോക്കാം. നമ്മുടെ കയ്യിൽ ഒരു BNB ഉണ്ടെങ്കിൽ നമുക്ക് 1 കോടി രൂപ കിട്ടും. അത് ഫ്യൂച്ചറാണ്. പക്ഷേ ടുഡേ, വാട്ട് ഈസ് ടുഡേ? ഇന്ന് നമുക്ക് എന്ത് കിട്ടും? ഇന്ന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അത് മാത്രമാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. ഇന്നത്തെ വില, BNB-യുടെ ഇന്നത്തെ വില 58,000 തുടങ്ങി 60,000 രൂപയിലാണ് ഫ്ലക്ച്വേറ്റഡ് മാർക്കറ്റിൽ BNB റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മാർക്കറ്റിൽ നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് 0.04 BNB ആണ് ആവശ്യം. ഈ 0.04 BNB നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2,500 മുതൽ അല്ലെങ്കിൽ 2,700 വരെ നമുക്ക് ഇന്നത്തെ മാർക്കറ്റിൽ, ഫ്ലക്ച്വേഷൻ മാർക്കറ്റിൽ നമുക്ക് വാങ്ങി പർച്ചേസ് ചെയ്തിട്ട് ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ എന്ത് അത്ഭുതമാണ് സംഭവിക്കുന്നത്? ഇതിൽ ഒരു മാജിക്കും ഇല്ല. ഇതിൽ മാജിക് ഉണ്ട്, കണക്കിന്റെ മാജിക്കാണ് ഉള്ളത്. ഓക്കെ, ഈ കണക്കിന്റെ മാജിക് നമ്മൾ മനസ്സിലാക്കുക. ഈ കണക്കിന്റെ മാജിക് മാത്രം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം BNB ഏൺ ചെയ്യാൻ പറ്റും. സെക്കൻഡ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? BNB ഹോൾഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന BNB നമ്മൾ ഹോൾഡ് ചെയ്തിട്ട് വെറുതെ വിറ്റ് കളയാതെ നമ്മൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ അതൊരു വലിയ അസറ്റായിട്ട് മാറുകയും ചെയ്യും. അതായത് വിത്തിൻ എ 1 ഇയർ BNB ഗോ ടു മിനിമം 2 lakh rupees. ഒരു സംശയം വേണ്ട, 2 ലക്ഷം രൂപയിലേക്ക് BNB പോകും. കാരണം 1,28,000 രൂപയിൽ വരെ പോയിട്ട് തിരിച്ച് 50,000, 60,000 രൂപയിൽ BNB ഇപ്പൊ സ്റ്റാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ബുൾ റൺ വരുന്ന സമയത്ത്
BNB ഉറപ്പായിട്ട് 2 lakh ക്രോസ് ചെയ്യും, ഒരു സംശയം വേണ്ട. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്യൂച്ചറിൽ സംസാരിക്കാം. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടും, എങ്ങനെ കിട്ടും, അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ 0.04 BNB നമ്മൾ പർച്ചേസ് ചെയ്യുന്നു, വാങ്ങുന്നു. ഈ ഒരു പ്രോഗ്രാമിലേക്ക് BNB സ്മാർട്ട് എന്ന് പറയുന്ന ഈ ഒരു മഹത്തായ, വളരെ ഇന്റലിജന്റ് എന്ന് ഞാൻ പറയാൻ കാരണം അത്രയ്ക്ക് എന്താ പറയാ, പ്യുവറാണ്, ജെമ്മാണ് ഈ ഒരു പ്രോഗ്രാം. ഈ ഒരു പ്രോഗ്രാമിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ഈ ഒരു പ്രോഗ്രാമിന് ഉള്ളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട. നമ്മൾ ഓരോരുത്തരും 2 പേരെ കൊണ്ടുവരിക, അതാത് സമയങ്ങളിൽ 2 റൂള്, ഈ റൂള് നമ്മൾ പാലിക്കുക. 2 പേരെ കൊണ്ടുവരിക, അതാത് സമയങ്ങളിൽ നമ്മൾ ഇൻകം വരുന്നതനുസരിച്ചിട്ട് നമ്മൾ അപ്ഗ്രേഡ്, ഓരോരോ അപ്ഗ്രേഡും നമ്മൾ അതാത് സമയത്ത് ചെയ്യുക. ഇത് മാത്രം ചെയ്താൽ നമുക്ക് 4000 BNB ഈസിലി കളക്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെ എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അതെങ്ങനെ നമുക്ക് സാധ്യമാകും എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടത് 2, 4, 8, 16, 32, 64 ഇങ്ങനെ പോകുന്ന ഒരു ടീമിനാണ് നമുക്ക് ആവശ്യം. അപ്പം എന്റെ കർത്തവ്യം എന്ന് പറയുന്നത് 2 പേരെ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഈ ഒരു പ്രോഗ്രാമിനുള്ളിലേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ളതാണ്. 1% പോലും അവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ അവരെ കൊണ്ടുവരാൻ പാടില്ല. അവർ ഏൺ ചെയ്യാൻ അല്ലെങ്കിൽ സമ്പാദിക്കാൻ താല്പര്യമുണ്ടോ നമ്മൾ ചോദിക്കുക അവരോട്. നിനക്ക് 4000 BNB കിട്ടും, പക്ഷെ ഇതിൽ 2 റൂള് പാലിക്കാനുണ്ട്. 1, നീ ജോയിൻ ചെയ്യുക. 2, നീ 2 പേരെ ജോയിൻ ചെയ്യിപ്പിക്കുക. 3, അപ്ഗ്രേഡ് ചെയ്യുക. ഈ 3 റൂൾസ് കൃത്യമായിട്ട് പാലിക്കാൻ താല്പര്യമുള്ള ഒരാളെ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പ്രോജക്റ്റിലേക്ക് അവരെ കൊണ്ടുവരിക. വന്നു കഴിഞ്ഞാൽ നമ്മളും വിജയിച്ചു, അവരും വിജയിച്ചു. വളരെ സിമ്പിളാണ്. ഇനി ഞാൻ ഇതിന്റെ മാത്തമാറ്റിക്സ് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ വന്നു 0.04 BNB കൊടുത്തു, ഞാൻ രജിസ്റ്റർ ചെയ്തു, ഇതിനുള്ളിലേക്ക് വന്നു, അല്ലെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തു, ഇതിനുള്ളിലേക്ക് വന്നു. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്, നമുക്ക് നമ്മുടേതായ ഒരു ഐഡിയും അതുപോലെ തന്നെ നമുക്കൊരു പേജും ഈ ഒരു പ്രോഗ്രാമിലൂടെ കിട്ടും. ഈ ഒരു പ്രോഗ്രാമിനുള്ളിലേക്ക് വരുന്നത് 2 രീതിയിലാണ്. ഈ ഒരു പ്രോഗ്രാമിൽ ഓട്ടോ സ്പിൽ ഓവർ എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ വേറെ ഉണ്ട്. അതിലൂടെയും നമ്മൾ ഓരോരുത്തരും വരാം, അല്ലെങ്കിൽ നമ്മുടെ താഴേക്ക് ഓരോരുത്തരും വരാം. ഓക്കെ, അപ്പം നമ്മൾ അങ്ങനെ നമ്മുടെ താഴേക്ക് ടീം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 0.03 അതല്ല, നമ്മൾ തന്നെ ഓരോരുത്തരെ റെഫർ ചെയ്ത് നമ്മുടെ ടീമിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ പ്ലസ് 0.04 നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. കാരണം ഇതില് 0.01 എന്ന് പറയുന്നത് ഡയറക്റ്റ് റെഫറൽ ഇൻകം ആണ്. ഈ ഡയറക്റ്റ് റെഫറൽ ഇൻകം കിട്ടണമെങ്കിൽ നമ്മൾ തന്നെ ആയിരിക്കണം സ്പോൺസർ. എന്നാൽ നമ്മളുടെ താഴെ 2 പേര് വരുന്ന സമയത്ത് നമുക്ക് 0.08 തന്നെ നമുക്ക് കിട്ടും. അപ്പൊ 0.08 BNB നമ്മുടെ വാലറ്റിലേക്ക് വരുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ 0.05 BNB ഫസ്റ്റ് അപ്ഗ്രേഡ് നമ്മൾ ചെയ്യേണ്ടത്. ഈ ഫസ്റ്റ് അപ്ഗ്രേഡ് നമ്മൾ ചെയ്യുന്നത് 2ാമത്തെ ലെവലിന്റെ എലിജിബിലിറ്റിക്കാണ്. വളരെ സിമ്പിൾ ആണ്. ഞാൻ വീണ്ടും പറയുന്നു 2 രീതിയിൽ നമ്മുടെ താഴെ ആൾക്കാർ വരാം. ഒന്ന്, നമ്മൾ ജോയിൻ ചെയ്തതിനു ശേഷം ഓട്ടോ സ്പിൽ ഓവർ വഴി വരാം. അതല്ല എങ്കിൽ നമ്മൾ തന്നെ കൊണ്ടുവരുന്ന ആൾക്കാരായിരിക്കാം. നമുക്ക് ഓട്ടോ സ്പിൽ ഓവർ കിട്ടി കഴിഞ്ഞാൽ ഇത് കൊണ്ടുവന്ന ആളിനായിരിക്കും 0.01 BNB കിട്ടുക, ഡയറക്റ്റ് റെഫറിൽ കിട്ടുക. നമുക്ക് 0.03 മാത്രമാണ് പ്ലാനിൽ കിട്ടുക. പ്ലാനിൽ 0.03 × 2 0.06. ഇത് നമുക്ക് ഫസ്റ്റ് ലെവലിൽ മാത്രമേ ഈ ഒരു 0.06 കിട്ടുള്ളൂ. അതായത് ജോയിനിങ് ഫീ ആരാണോ വരുന്നത് അവരുടെ 100% ഇൻകം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ആദ്യത്തെ ലെവലിലായിരിക്കും. 2ാമത്തെ ലെവൽ മുതൽ നമുക്ക് 12ാമത്തെ ലെവൽ വരെയും അപ്ഗ്രേഡ് ഇൻകം മാത്രമേ കിട്ടത്തുള്ളൂ. അഡീഷണൽ കിട്ടുന്നത് നമുക്ക് ഡയറക്റ്റ് റെഫറൽ ഇൻകം 0.01 ആയിരിക്കും. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ 0.01 അങ്ങോട്ട് മാറ്റി വെക്കുക. അത് നമുക്ക് ഈ ഒരു പ്ലാനിൽ നമുക്ക് അഡീഷണൽ കിട്ടുന്ന ഇൻകം ആണ്. ഈ ഒരു പ്ലാനിൽ നമുക്ക് കിട്ടുന്നത് 0.03 ആണ്. അത് നമ്മൾ കൊണ്ടുവന്നാലോ നമ്മൾ കൊണ്ടുവന്നില്ലെങ്കിലോ 0.03 കിട്ടും. നമ്മൾ കൊണ്ടുവന്നാൽ പ്ലസ് ഒരു 0.01 കൂടി കിട്ടിയിട്ട് 0.08 കിട്ടും. അപ്പൊ നമ്മൾ ജോയിൻ ചെയ്തു. ഫസ്റ്റ് ഓഫ് ഓൾ 2 ആൾക്കാർ വരുന്നു നമ്മുടെ താഴെ. നമുക്ക് 0.04 പ്ലസ് 0.08 നമുക്ക് കിട്ടി.
ഇനി നമ്മൾ കൊണ്ടുവന്നില്ലെങ്കിൽ 0.03 പ്ലസ് 0.03 0.06 നമുക്ക് കിട്ടും. ഈ മാട്രിക്സിൽ എന്തുകൊണ്ട് 0.03 വെച്ചിട്ട് കണക്ക് കൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആബാലവൃത്തം ജനങ്ങളും ഇൻ കേസ് ഓഫ് അവർക്ക് കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിലും 0.03 ഉറപ്പായിട്ട് അവർക്ക് കിട്ടും. അതുകൊണ്ടാണ് 0.03 നമ്മുടെ ബിസിനസിന്റെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഈ ഒരു PDF ബിസിനസ് പ്ലാൻ പറയുമ്പോൾ 0.03 പറയുന്നത്. ഓക്കെ, ഇനി നമ്മളാണ് ഡയറക്റ്റ് കൊണ്ടുവരുന്നെങ്കിൽ 0.04 കിട്ടും. അപ്പൊ 0.04 പ്ലസ് 0.04 0.08 നമുക്ക് കിട്ടും. നമ്മൾ ഡയറക്റ്റ് കൊണ്ടുവന്നില്ല, ആരെങ്കിലും കൊണ്ടുവന്നിട്ടോ ഓട്ടോ സ്പിൽ ഓവർ വഴിയോ കിട്ടിക്കഴിഞ്ഞാൽ 0.03 പ്ലസ് 0.03 0.6 കിട്ടും. എനിവേ 0.6 കിട്ടിയാലും 0.08 കിട്ടിയാലും നമുക്ക് ഫസ്റ്റ് ലെവലിൽ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് അപ്ഗ്രേഡ്, സെക്കൻഡ് ലെവലിൽ നമുക്ക് ഇൻകം വാങ്ങാൻ നമുക്ക് ഫസ്റ്റ് അപ്ഗ്രേഡ് 0.05 ആണ്. ഇവിടെ നിന്നാണ് നമ്മുടെ ഈ ഒരു പ്ലാനിന്റെ ബ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം നമുക്ക് കിട്ടിക്കഴിയുമ്പോഴാണ് മിനിമം എമൗണ്ട് 0.06 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ 0.5 എന്ത് ചെയ്യുന്നു, 0.05 നമ്മൾ അപ്ഗ്രേഡ് ചെയ്യും. നമ്മൾ 0.05 അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടുള്ള ലെവലുകളിൽ നിന്നും അപ്ഗ്രേഡ് ഇൻകം മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ രണ്ടാമത്തെ ലെവലിൽ നമുക്കറിയാം, ഫസ്റ്റ് ലെവൽ 2 പേര് വന്നു, രണ്ടാമത്തെ ലെവലിൽ 4 പേരാണ് വരേണ്ടത്. അപ്പൊ ഈ 4 പേര് എന്ത് ചെയ്യുന്നുണ്ട്, 0.05 വെച്ചിട്ട് 4 പേര് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ 4 പേര് 0.05 വെച്ച് അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 0.02 ആണ്. 0.02 എന്ന് പറയുന്ന ഈ ഒരു എമൗണ്ട് നമ്മൾ INR കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ റേറ്റ് വെച്ചിട്ട് മിനിമം ഒരു 11,000 മുതൽ 12,000 രൂപ വരെ വാല്യൂ ഉള്ള ഒരു എമൗണ്ട് ആണ് നമുക്ക് കിട്ടുന്നത്. ഇത് കിട്ടുന്ന സമയത്ത് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, 0.01 അപ്ഗ്രേഡ് ചെയ്താൽ മതി. ഇപ്പോഴും ഞാൻ പറയുന്നു, നമ്മൾ ഓരോരുത്തരും ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരുന്ന സമയത്ത് നമ്മുടെ ആകെ ഇൻവെസ്റ്റ്മെന്റ് 0.04 ആണ്. നമ്മൾ ചെയ്യേണ്ടത് 2 ആളെ കൊണ്ടുവരിക. നമുക്ക് ഇൻകം വരുന്ന സമയത്ത് നമ്മുടെ വാലറ്റിൽ ഡയറക്റ്റ് ആണ് ഇൻകം വരുന്നത്. ഒരിക്കലും നിങ്ങൾ ആരും ഒരു വിഡ്രോവലിനോ ഒരു ഇൻകം വരാനായിട്ട് ഒരു വിഡ്രോവൽ അല്ലെങ്കിൽ ഇൻകം വരുന്ന ഒരു സമയത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സ്പോട്ടിലാണ് നമ്മുടെ വാലറ്റിലേക്ക്, ഏത് വാലറ്റ് ആയിക്കോട്ടെ, ട്രസ്റ്റ് വാലറ്റ് ആയിക്കോട്ടെ, മെറ്റാമാസ്ക് ആയിക്കോട്ടെ, ടോക്കൺ പോക്കറ്റ് ആയിക്കോട്ടെ, സേഫ്പാൽ ആയിക്കോട്ടെ, അതുപോലുള്ള ഏത് വാലറ്റ് നമ്മൾ ഉപയോഗിച്ചിട്ടാണോ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുന്ന ആ വാലറ്റിലേക്ക് ഡയറക്റ്റ് ഇൻകം സഡൻലി ഫ്രിക്ഷൻ ഓഫ് സെക്കൻഡിൽ കയറുകയാണ്. ഓക്കെ, ഒരാൾ വരുമ്പോൾ നമ്മളാണ് കൊണ്ടുവരുന്നതെങ്കിൽ 0.04 കിട്ടും. അതിൽ ചെറിയൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. എങ്ങനെ 0.04 കിട്ടിയില്ല, കുറച്ച് കുറവുണ്ട്, 0.03 സംതിങ് ആണ് കിട്ടുന്നത്. ഇപ്പൊ നമ്മളിവിടെ സ്മാർട്ട് കോൺട്രാക്ട് ആണ്. ഇവിടെ 2 ട്രാൻസാക്ഷൻസ് വരും. ഒന്ന് നമ്മുടെ സ്മാർട്ട് കോൺട്രാക്റ്റിലേക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ട്രാൻസാക്ഷൻ ഫീ പോവും. ദെൻ അതിനുശേഷം വാലറ്റിലേക്ക് അടുത്തൊരു ട്രാൻസാക്ഷൻ ഫീ. ആരാണോ നമ്മുടെ അപ്ലൈൻ അല്ലെങ്കിൽ എങ്ങോട്ടാണോ ഈ എമൗണ്ട് പോകേണ്ടത് അവർക്ക് ഒരു ട്രാൻസാക്ഷൻ ഫീ. ആ രീതിയിലേക്ക് 2 ട്രാൻസാക്ഷൻ ഫീ പോയിട്ട് ബാലൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ബാലൻസ് കിട്ടിയാൽ പോലും നമുക്ക് ആര് കൊണ്ടുവന്ന നമുക്ക് 0.01 ഡയറക്റ്റ് റെഫറിൽ കിട്ടും. അതുപോലെ നമ്മളല്ലാത്ത ഒരാൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്ലൈനോ അല്ലെങ്കിൽ ഓട്ടോഫില്ലോ കിട്ടിക്കഴിഞ്ഞാൽ 0.03 പകരം 0.02 സംതിങ് നമുക്ക് അന്നേരത്തെ നെറ്റ്വർക്ക് ഫീ മറ്റും ഒഴിവാക്കി കഴിഞ്ഞാൽ ബാലൻസ് എമൗണ്ട് നമുക്ക് കിട്ടും. ഇങ്ങനെ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാലും 0.5 മേളിൽ നമുക്ക് 2 ആൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടും. ഈ ഒരു എമൗണ്ട് കിട്ടുന്ന സമയത്ത് നമ്മൾ 0.05 അപ്ഗ്രേഡ് ചെയ്യുന്നു. ഈ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമ്മളുടെ താഴെ രണ്ടാമത്തെ ലെവലിൽ 4 പേര് വന്നിട്ട് 0.05 വെച്ച് അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 0.02 എമൗണ്ട് നമുക്ക് കിട്ടും. വളരെ പെട്ടെന്നാണ് ഇതിലെ ഓരോ ഇൻകവും നമുക്ക് ജനറേറ്റ് ആകുന്നത്. 0.02 നമുക്ക് വരുന്ന സമയത്ത് നമ്മൾ 0.1 നമ്മൾ അപ്ഗ്രേഡ് ചെയ്താൽ മതി. അപ്പോഴും നമ്മുടെ വാലറ്റ് ബാലൻസ് 0.11 ഉണ്ടാവും, 11 ഉണ്ടാവും. 0.11 എന്ന് പറയുന്നത് മിനിമം ഒരു 6,000 രൂപയ്ക്ക് മേളിൽ വാല്യൂ ഉണ്ടാവും. ഓക്കെ, നമ്മളിപ്പോൾ രണ്ടാമത്തെ ലെവൽ അപ്ഗ്രേഡ് ചെയ്തു. രണ്ടാമത്തെ ലെവലിൽ 4 പേര് വന്നു. അവർ അപ്ഗ്രേഡ് ചെയ്ത ഇൻകം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പം നമ്മൾ എന്ത് ചെയ്തു, 0.2 കിട്ടിയ സമയത്ത് 0.1 അപ്ഗ്രേഡ് ചെയ്തു. ഇനി എന്താണ് സംഭവിക്കുന്നത്, മൂന്നാമത്തെ ലെവലിൽ 8 പേരാണല്ലോ വരേണ്ടത്.
ആ 8 പേര് ഫുൾഫിൽ ആയി കഴിഞ്ഞാൽ ഈ 8 പേര് നമ്മൾ 0.01 ഏത് സിറ്റുവേഷനിലാണോ നമുക്ക് എത്ര കിട്ടിയപ്പോഴാണോ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തത്, അതുപോലെ ഈ 8 പേർക്കും 0.2 കിട്ടുന്ന സമയത്ത് അവർ 0.1 അപ്ഗ്രേഡ് ചെയ്യും. ആ 8 പേരിൽ നിന്നും 0.1 ഇൻറ്റു 8 അങ്ങനെ 0.8 BNB. 0.8 BNB എന്ന് പറഞ്ഞാൽ നിസ്സാരമൊന്നുമല്ല. നമ്മൾ ജസ്റ്റ് 3ാമത്തെ ലെവലിൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് ആ ഇൻകം മേടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ 0.8 എന്ന് പറയുന്നത് പിന്നെ ഒരു 0.2 കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു BNB ആയി. ഓക്കെ, ഏറെക്കുറെ നമ്മൾ ആ ഒരു 0.08 കിട്ടുന്ന സമയത്ത് നമ്മൾ 0.5 നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുക. നമ്മൾ 0.5 അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ പോലും നമ്മുടെ വാലറ്റിൽ 0.41 ഏറെക്കുറെ ഒരു അര BNBയോളം നമ്മുടെ വാലറ്റിൽ ബാലൻസ് ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ നമ്മൾ 0.5 അപ്ഗ്രേഡ് ചെയ്ത സിറ്റുവേഷനിലേക്ക് നമ്മുടെ 4th ലെവലിലുള്ള 16 പേര് എത്തുകയും അവര് 0.5 അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 8 BNB ആണ് കിട്ടുന്നത്. 0.5 അര BNB ഇൻറ്റു 8 BNB നമുക്ക് അവിടെ ഇൻകമായിട്ട് കിട്ടി. നമുക്ക് 8 BNB കിട്ടുന്ന സമയത്ത് നമുക്ക് ആകെ നമ്മൾ ചെയ്യേണ്ടത് ഒരു BNB 5ാമത്തെ ലെവലിലേക്ക് വേണ്ടിയിട്ട് 5ാമത്തെ ലെവലിലെ ഇൻകം വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വാലറ്റ് ബാലൻസ് 7 BNB നമ്മുടെ വാലറ്റ് ബാലൻസിൽ 7.41 BNB നമ്മുടെ വാലറ്റ് ബാലൻസിൽ ഉണ്ടാവും. അപ്പം വെറും 4 ലെവൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ, അവിടുത്തെ ഇൻകം നമ്മൾ വാങ്ങി കഴിയുമ്പോൾ, അവിടുത്തെ 4 ലെവലിൽ നിൽക്കുന്ന 16 പേര് 4ാമത്തെ ലെവൽ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 8 BNB ആണ്. ഒരു BNB നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ പോലും പിന്നെ നമ്മുടെ വാലറ്റ് ബാലൻസ് 7.41 BNB ആണ്. ചിന്തിക്കുക സുഹൃത്തുക്കളെ, എത്ര വേഗത്തിലാണ് നമ്മുടെ ഈ ഒരു BNB സ്മാർട്ട് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം നമുക്ക് ഇൻകം ഉണ്ടാക്കി തരുന്നത്. ഇതിൽ നമുക്ക് നമ്മുടെ താഴെ വരുന്ന ആൾക്കാരും അതിന്റെ താഴെ വരുന്ന ആൾക്കാരും എല്ലാവരും പ്രോഫിറ്റ് വാങ്ങിയാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഇൻകം കിട്ടുന്നത്. ഒരിക്കലും അവര് നമുക്ക് ഒരു അപ്ഗ്രേഡ് തരുന്ന സമയത്ത് അവര് സീറോയിലല്ല അപ്ഗ്രേഡ് ചെയ്യുന്നത്. അവർക്കൊന്നും കിട്ടാണ്ടല്ല, അവർക്കും കിട്ടിയിട്ടാണ് നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് തരുന്നത്. ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് 0.2 കിട്ടിയപ്പോഴാണല്ലോ നമ്മൾ 0.1 കൊടുത്തത്. ഓക്കെ, നമുക്ക് 0.8 കിട്ടിയപ്പോഴാണല്ലോ നമ്മൾ 0.5 ചെയ്തത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ താഴെ വരുന്ന ആൾക്കാർക്കും കിട്ടുമ്പോഴാണ് അവർ അപ്ഗ്രേഡ് ചെയ്യുന്നത്. ഇതിൽ കുറെ ആൾക്കാർ വന്നിട്ട് ഗ്രൂപ്പിലാണെങ്കിലും നമ്മുടെ പേഴ്സണലി ആണെങ്കിലും വന്നിട്ട് നെഗറ്റീവ് പറയും. അപ്ലൈന് കിട്ടും, ഡൗൺലൈന് കിട്ടില്ല. അപ്ലൈന് കിട്ടും, ഡൗൺലൈന് കിട്ടില്ല. എന്താണ് അതിന്റെ ലോജിക്ക്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഡൗൺലൈന് കിട്ടുമ്പോഴാണ് അപ്ലൈന് കിട്ടുന്നത്. ഈ ഒരു പ്രോഗ്രാം നിങ്ങൾ മനസ്സിലാക്കുക സുഹൃത്തുക്കളെ. ഡൗൺലൈന് കിട്ടുമ്പോഴാണ് അപ്ലൈന് കിട്ടുക, അല്ലാതെ ഡൗൺലൈന് കിട്ടാണ്ട് ഒരിക്കലും അപ്ലൈന് കിട്ടില്ല. ആരാണ് അപ്ലൈൻ, ആരാണ് ഡൗൺലൈൻ? വളരെ സിമ്പിൾ ലോജിക്ക്. നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ ഒരാള് ഇൻവെസ്റ്റ് ചെയ്ത് ഉള്ളിലേക്ക് വന്ന് പ്രവർത്തനരഹിതനായി കഴിഞ്ഞാൽ അവിടെ അപ്ലൈനും ഇല്ല, ഡൗൺലൈനും ഇല്ല. എനിക്ക് കിട്ടി, ഞാൻ കൊടുക്കുന്നു, വീണ്ടും എനിക്ക് കിട്ടി, ഞാൻ കൊടുക്കുന്നു. ഇതാണ് പോളിസി. അല്ലാതെ ഇവിടെ അപ്ലൈന് കിട്ടുന്നു, ഡൗൺലൈന് പോകുന്നു, ഒന്നുമില്ല. ഡൗൺലൈന് കിട്ടുമ്പോഴേ അപ്ലൈന് കിട്ടുള്ളൂ. സിമ്പിളായിട്ട് ഞാൻ പറയാം. നിങ്ങൾക്ക് 0.2 ഫസ്റ്റ് ലെവലിൽ നിങ്ങൾക്ക് 0.08 കിട്ടി, അപ്പോഴാണ് നിങ്ങൾ 0.05 കൊടുത്തത്. ഓക്കെ, നിങ്ങൾക്ക് 0.2 കിട്ടി, അപ്പോഴാണ് നിങ്ങൾ 0.1 കൊടുത്തത്. അപ്പൊ എന്താ, ഡൗൺലൈനിന് കിട്ടണില്ലേ? കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ മാത്രം കൊടുത്താൽ മതി. ഇതാണ് ഇതിന്റെ ഒരു ബ്യൂട്ടി. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത് 4ാമത്തെ ലെവലിൽ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ 4ാമത്തെ ലെവലിൽ 16 പേരുടെ ഇൻകം നമ്മൾ വാങ്ങാൻ എലിജിബിൾ ആവുന്നത് നമ്മൾ 0.5 കൊടുത്തിട്ടാണ്. അത് നമ്മൾ കിട്ടുമ്പോൾ കൊടുക്കുന്നു. ആ 16 പേര് വരുന്നു, അവർക്ക് കിട്ടുമ്പോഴാണ് നമുക്ക് തരുന്നത്. ഓക്കെ, ഈ 16 പേരുടെ ഇടയിൽ എത്ര ആൾ വന്നാലും അവർക്കും എമൗണ്ട് കിട്ടും. ആ സമയത്താണ് അവരും അപ്ഗ്രേഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് 8 BNB കിട്ടുന്നു. 4ാമത്തെ ലെവലിൽ 8 BNB കിട്ടുന്നു. ഈ 8 BNB കിട്ടുന്ന സമയത്ത് നമ്മൾ ഒരു BNB കൊടുത്തു കഴിഞ്ഞാൽ പോലും നമ്മുടെ വാലറ്റ് ബാലൻസ് 7.41
BNB നമ്മുടെ വാലറ്റിൽ ബാലൻസ് ഉണ്ടാവും. ഇന്നത്തെ വില വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 60,000 രൂപ ഇൻറ്റു 7 എന്താ എമൗണ്ട് വരും? ചുമ്മാ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. ദെൻ നമ്മൾ 8 BNB കിട്ടുന്ന സമയത്ത് ഒരേ ഒരു BNB നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും അപ്ഗ്രേഡ് ചെയ്യുന്നു. നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് കഴിയുമ്പോൾ 32 ആൾക്കാരാണ് നമ്മുടെ 5ാമത്തെ ലെവലിൽ വരുന്നത്. ഈ 32 ആൾക്കാരും ഇതുപോലെ ടീം സെറ്റ് ചെയ്ത് ട്രീ സെറ്റ് ചെയ്ത് അവർക്ക് ഈ പറഞ്ഞ പോലെ 8 BNB കിട്ടുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? ഒരു BNB അപ്ഗ്രേഡ് ചെയ്യും. ആ ഒരു BNB 32 പേര് ചെയ്യുന്ന ആ ഓരോ BNB വെച്ചിട്ട് നമുക്ക് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു ടീമിൽ നിൽക്കുന്ന ഓരോരുത്തർക്കും കിട്ടുന്ന സമയത്ത് അതിന്റെ വോളിയം എന്ന് പറയുന്നത് 32 BNB ആണ്. ഈ ഒരു 32 BNB നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വെറും 3 BNB 6ാമത്തെ ലെവലിലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നു. ഈ 6ാമത്തെ ലെവലിൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ 32 BNB കിട്ടിക്കഴിഞ്ഞ് 6ാമത്തെ ലെവലിൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തതിന് ശേഷം നമ്മുടെ വാലറ്റ് ബാലൻസ് ജസ്റ്റ് ഒന്ന് നോക്കുക, 36.41 BNB ആണ്. നമുക്ക് ഇപ്പൊ ഇവിടെ വന്ന് ഫസ്റ്റ് നമ്മൾ ഒന്ന് നോക്കുക. ഫസ്റ്റ് നമുക്ക് ഒരു ഇൻകം കിട്ടി, അല്ലെങ്കിൽ ഒരു 2 പേര് വരുമ്പോൾ നമുക്കൊരു ഇൻകം കിട്ടുന്നു. വളരെ കൺജസ്റ്റായിട്ടാണ് നമ്മൾ അവിടെ പോകുന്നത്. പക്ഷെ നമ്മൾ 2ാമത്തെ 3ാമത്തെ ലെവല് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലെവല് വേറെ ലെവലായി. ഒരു 2ാമത്തെ ലെവല് കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ബാലൻസ് 0.01, 3ാമത്തെ ലെവലിൽ നമുക്ക് 0.41, 4ാമത്തെ ലെവല് നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് നമുക്ക് ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ 7 BNB. ഒന്ന് ആലോചിച്ച് നോക്കി. ഈ ഒരു പ്ലാനിന്റെ ഡെപ്ത് മനസ്സിലാക്കി അത് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, നമുക്ക് ഇന്നത്തെ ദിവസമൊന്നുമല്ല, നമ്മൾ ഈ 4138 BNB എടുക്കുന്ന ദിവസം വരെയും നമുക്ക് ഉറങ്ങാൻ സാധിക്കില്ല. അത്രയും പ്യുവർ ആൻഡ് പ്യുവറസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാനാണ് BNB സ്മാർട്ടിന്റെ പ്ലാന്. ചിലപ്പോൾ നാളെ ഇതിന്റെയൊക്കെ ഒരു കോപ്പിയൊക്കെ വന്നേക്കാം. ഇന്ന് നെഗറ്റീവ് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നാളെ ആ ഒരു കോപ്പി വരുന്ന സമയത്ത് അവർ അവിടെ പോയി വർക്ക് ചെയ്യുകയായിരിക്കാം. പക്ഷെ ഇന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയ ഈ ഒരു ജം, പവിഴം, മുത്ത്, നമ്മളത് നെഞ്ചിലേറ്റി മനസ്സിലാക്കി അതിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ അതിലേക്ക് നമ്മുടെ സമയവും നമ്മുടെ കാര്യങ്ങളും ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കും നമ്മുടെ കൂടെ വന്ന ആൾക്കാർക്കും 100% 100% വിജയിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഇടിവെട്ട് പ്ലാറ്റ്ഫോമാണ് BNB സ്മാർട്ടിന്റെ ഈ ഒരു പ്ലാറ്റ്ഫോം. ദെൻ നമ്മളിപ്പോ 64 പേര് വന്നു, 3 BNB വെച്ചിട്ട് ഈ 64 പേരും അപ്ഗ്രേഡ് ചെയ്യുന്നു. 192 BNB നമുക്ക് കിട്ടുന്നു. ഓക്കെ, 192 BNB കിട്ടുന്ന സമയത്ത് നമുക്ക് വെറും 7 BNB മാത്രം അപ്ഗ്രേഡ് ചെയ്താൽ മതി 7ാമത്തെ ലെവലിലേക്ക്. ഓക്കെ, എന്നാൽ പോലും 6 ലെവൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 221 BNB നമ്മുടെ വാലറ്റ് ബാലൻസിൽ ഉണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിന് ഈ നമ്മളിപ്പോൾ 6 ലെവൽ കംപ്ലീറ്റ് ആവുന്ന സമയത്ത് നമ്മുടെ താഴെ എത്ര ആൾ വരുന്നോ, എത്ര ആൾ വന്നാലും അവരെല്ലാം ഇപ്പം 2ാമത്തെ 3ാമത്തെ 4ാമത്തെ ലെവലിൽ ഇൻകം മേടിച്ചിട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കും. ആരും ഇൻകം ഇല്ലാതെ നമുക്ക് മാത്രമല്ല ഇൻകം കിട്ടുന്നത്. ഇതിൽ വരുന്ന ഓരോരോ ആൾക്കാർക്കും ഈ ഒരു 3 റൂൾസ് മാത്രം. ഫസ്റ്റ് ഓഫ് ഓൾ 0.04 നമ്മൾ രജിസ്റ്റർ ചെയ്യുക. ദെൻ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുക, 2 പേരെ കൊണ്ടുവരിക, 2 ഡയറക്ട് റെഫറൽ കൊണ്ടുവരിക, നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുക. ഇതേ കാര്യം നമ്മൾ മറ്റുള്ളവരോട്, നമ്മൾ ഫസ്റ്റ് വരുന്ന 2 പേരോട് ഇതേ കാര്യം തന്നെ പറഞ്ഞു കൊടുക്കുക. അവരിത് ഫോളോ അപ്പ് ചെയ്ത് പോവുക, അവർക്ക് വേണ്ട സപ്പോർട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഉറപ്പായിട്ടും ഈ പറഞ്ഞ 6 ലെവൽ ഫില്ല് ചെയ്യുമ്പോൾ 221 BNB നമ്മുടെ കയ്യിലിരിക്കും. ഒരു സംശയം വേണ്ട സുഹൃത്തുക്കളെ. നെഗറ്റീവ് പറയുന്നവര് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, അവർക്ക് 221 BNB പോയിട്ട് 0.21 BNB പോലും അവരുടെ കയ്യിലുണ്ടാവില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇപ്പോ നമ്മൾ 6 ലെവൽ കംപ്ലീറ്റ് ചെയ്തു, നമ്മൾ 7 BNB അപ്ഗ്രേഡ് ചെയ്തു, 7ാമത്തെ ലെവലിന് വേണ്ടിയിട്ട് 7 BNB അപ്ഗ്രേഡ് ചെയ്തു. ഇനിയാണ് ഇവിടുത്തെ ഒരു മിറാക്കിള്, ഈ ഒരു പ്ലാനിന്റെ അടുത്തൊരു ബ്യൂട്ടി നമ്മൾ ആസ്വദിക്കാൻ പോകുന്നത്. എന്താണ്? ഇവിടെ നമ്മൾ 6 ലെവൽ കംപ്ലീറ്റ് ചെയ്താൽ, ഫുൾഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് സ്വസ്ഥമായിട്ട്, ഇപ്പം നമ്മൾ കുറച്ച് പ്രായമൊക്കെ ആകുമ്പോൾ നമ്മൾ പറയത്തില്ല, നമ്മൾ പെൻഷൻ എടുക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ഒരു റെസ്റ്റ് ലൈഫിലേക്ക് പോകുന്നു എന്ന് പറയുന്ന കണക്ക് പിന്നീട് നമുക്കൊരു റെസ്റ്റ് ലൈഫിലേക്ക് പോകാൻ പറ്റും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 6 ലെവൽ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം
പിന്നീട് 7ാമത്തെ ലെവലിൽ നമ്മുടെ താഴെ വരുന്നത് നമ്മുടെ ആദ്യത്തെ ലെവലിൽ നമ്മൾ ആദ്യം കൊണ്ടുവന്ന 2 പേര് നമ്മൾ ഓർക്കണ്ടല്ലോ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 പേരെ നമ്മൾ കൊണ്ടുവന്നിട്ടില്ലേ, ആ 2 പേരാണ് നമ്മുടെ താഴെ വരുന്നത്. വളരെ സിമ്പിൾ. ഒരു സൈക്കിൾ ചെയ്യുന്നുണ്ട്, ആ സൈക്ലിംഗ് കംപ്ലീറ്റ് ആവുന്നു, തിരിച്ച് 7ാമത്തെ ലെവലിൽ നമ്മുടെ ഫസ്റ്റ് ടീമിൽ നമ്മൾ ഫസ്റ്റ് കൊണ്ടുവന്ന 2 പേര് തന്നെയാണ് നമുക്ക് വീണ്ടും അപ്ഗ്രേഡ് ചെയ്യാനായിട്ടും നമ്മുടെ ടീമിലേക്കും വരുന്നത്. ഓക്കെ, ഈ 2 പേര് വരുന്നു. ഈ 2 പേര് നമുക്ക് നമ്മൾ എത്രയാണോ BNB 7ാമത്തെ ലെവലിലേക്ക് വേണ്ടിയിട്ട് അപ്ഗ്രേഡ് ചെയ്തത്, അതേ എമൗണ്ട് BNB നമുക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നു, അവർ അപ്ഗ്രേഡ് ചെയ്യുന്നു, അത് നമുക്ക് ലഭിക്കുന്നു. അങ്ങനെ 14 BNB നമുക്ക് 7ാമത്തെ ലെവലിൽ കിട്ടും. അപ്പം നമുക്ക് 6ാമത്തെ ലെവലിൽ കിട്ടിയ 192 BNB, പക്ഷെ 7ാമത്തെ ലെവലിൽ കിട്ടുന്നത് 14 BNB. എന്താണ് ഇതിന്റെ ലോജിക്ക്? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ചിന്തിക്കും, അയ്യേ നമ്മൾ 7ാമത്തെ ലെവലിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് 14 BNB കിട്ടിയോളൂ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ അതിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. ഇതിന്റെ ഒരു ന്യൂമറിക്കൽ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് അതിലും വ്യത്യസ്തമാണ്. കാരണം ഇവിടെ നമ്മൾ പുതുതായിട്ട് ഒരു ടീം ബിൽഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ 7ാമത്തെ ലെവലിൽ നമുക്ക് കിട്ടുന്ന BNB വളരെ ചെറുതാണെങ്കിൽ പോലും, അതായത് ആട്ടം ബോംബ് എന്ന് പറയില്ല, ആട്ടം ബോംബ്, അത് വളരെ ചെറുതായിരിക്കും, പക്ഷെ അതിന് പൊട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സംഭവമായിരിക്കും. അതേ കണക്ക് സാധനമാണ് നമുക്ക് 7ാമത്തെ ലെവലിലോട്ട് സംഭവിക്കാൻ പോകുന്നത്. നമുക്ക് 14 BNB കിട്ടി. നമ്മൾക്ക് 14 BNB കിട്ടുന്ന സമയത്ത് നമ്മൾ 12 BNB 8ാമത്തെ ലെവലിലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കും. അപ്പോഴും നമ്മുടെ വാലറ്റ് ബാലൻസ് 223 BNB ആയിരിക്കും. പക്ഷെ നമ്മൾ 8ാമത്തെ ലെവലിലേക്ക് ഈ പറഞ്ഞ 12 BNB അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പഴയ 4 പേരില്ലേ നമ്മുടെ സെക്കൻഡ് ലെവലിലെ, ആ 4 പേര് നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് തരുന്നത് 12 BNB വെച്ചിട്ട് 48 BNB ആണ്. ഈ 48 BNB അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 9ാമത്തെ ലെവലിലേക്ക് വേണ്ടിയിട്ട് വെറും 15 BNB അപ്ഗ്രേഡ് ചെയ്താൽ മതിയാകും. ഈ 15 BNB അപ്ഗ്രേഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വാലറ്റ് ബാലൻസ് 256.41 BNB. ഓക്കെ, ഇപ്പൊ എന്താണ് സംഭവിച്ചത്? 9ാമത്തെ ലെവലിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ 15 BNB അപ്ഗ്രേഡ് ചെയ്യും. ഈ 9ാമത്തെ ലെവലിൽ നമുക്ക് 3ാമത്തെ ലെവലിൽ വന്ന 8 പേര് നമുക്ക് ഈ 15 BNB നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവർ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻകം ആയിട്ട് വരും. അപ്പം നമ്മുടെ വാലറ്റ് ബാലൻസ് എത്രയാണ്? നമുക്ക് കിട്ടുന്ന എമൗണ്ട് 120 BNB ആണ്. നമ്മുടെ 10ാമത്തെ ലെവലിലേക്ക് വേണ്ടിയിട്ട് 25 BNB നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും നമ്മുടെ വാലറ്റ് ബാലൻസ് 351 BNB നമ്മുടെ വാലറ്റ് ബാലൻസ് ഉണ്ടാവും. 25 BNB നമ്മൾ അപ്ഗ്രേഡ് ചെയ്തു. 10ാമത്തെ ലെവലിൽ നേരത്തെ വന്ന 16 പേര്, നമ്മുടെ 4ാമത്തെ ലെവലിൽ വന്ന 16 പേര് അവിടെ അതുപോലെ ഉണ്ടാവും. അവർ 25 BNB അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 400 BNB കിട്ടും. ഈ 400 BNB നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ 30 BNB വീണ്ടും നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നു. അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാലും 721 BNB ഓവറോൾ നമ്മുടെ വാലറ്റ് ബാലൻസ് ആയിട്ട് ഉണ്ടാവും. 30 BNB നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ 11ാമത്തെ ലെവലിൽ വരുന്നത് നമ്മുടെ 5ാമത്തെ ലെവലിൽ വന്ന 32 പേരായിരിക്കും. നമ്മുടെ ടീം തന്നെയാണ്, പുറത്തുനിന്ന് ആരും വരണ്ട. നമ്മുടെ ടീം തന്നെ ഈ 32 പേര് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അപ്ഗ്രേഡ് ചെയ്ത് തരും. അവര് 30 BNB വെച്ച് അപ്ഗ്രേഡ് ചെയ്യുന്നു. 960 BNB നമ്മുടെ വാലറ്റിലേക്ക് വരുന്നു. 960 BNB നമ്മുടെ വാലറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് 12ാമത്തെ ലെവൽ നമുക്ക് മേടിക്കണമല്ലോ, ലാസ്റ്റ് ലെവല്. ഈ 12ാമത്തെ ലെവൽ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 39 BNB നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നു. നമ്മൾ 39 BNB അപ്ഗ്രേഡ് ചെയ്ത് കഴിയുമ്പോൾ 1642 BNB ആയിരിക്കും നമ്മുടെ വാലറ്റ് ബാലൻസ്. ഇതിന്റെ ഒരു കാൽക്കുലേഷൻ നമുക്ക് അറിയാം. നമ്മളെ ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ഓണാക്കുമ്പോൾ തന്നെ എഴുതി കാണിക്കും ഇതിന്റെ ഒരു കാൽക്കുലേഷൻ. ന്യൂറൽ മാട്രിക്സ് ഓപ്പൺ ആകാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട്. അത് ശരിക്കും ഇവിടെ സംഭവിക്കുന്നത് 12ാമത്തെ ലെവലിൽ നമ്മൾ 39 BNB അപ്ഗ്രേഡ് ചെയ്ത് കഴിയുമ്പോൾ 1642 BNB നമ്മുടെ വാലറ്റ് ബാലൻസിലേക്ക് വരികയും 12 ആൾക്കാർ നമ്മുടെ 6ാമത്തെ ലെവലിൽ വന്ന 12 ആൾക്കാർ 12ാമത്തെ ലെവലിൽ നമ്മുടെ നമ്മുടെ 6ാമത്തെ ലെവലിൽ വന്ന 64 പേര് അപ്ഗ്രേഡ് ചെയ്യും. ഈ 39 BNB തന്നെ അവരും അപ്ഗ്രേഡ് ചെയ്യും. ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത്
അമേസിംഗ് ആണ്. 2496 BNB ആണ്. ഈ ഒരു 2496 BNBയും നമ്മുടെ 11ാമത്തെ ലെവലിലെ ബാലൻസ് 1642 BNBയും കൂടി നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ 4138 BNB സിംപിളി നമ്മുടെ വാലറ്റിൽ ബാലൻസ് ആയിട്ടുണ്ടാവും. വളരെ കൃത്യമാണ് കണക്കുകൾ, സ്പഷ്ടമാണ്, കൃത്യമാണ്, ജെന്യുവിനാണ് കണക്കുകൾ. കണക്കുകളെ ഒരിക്കലും ആർക്കും ഭേദിക്കാൻ പറ്റില്ല, മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ വെറുതെ പറയാൻ പറ്റില്ല. ആ കണക്കുകൾ കൃത്യമാണ്, സുതാര്യമാണ്, ആർക്കും മനസ്സിലാകുന്നതാണ്. ഓക്കെ, അപ്പോ 4138 BNB വാങ്ങി നമ്മൾ ഓരോരുത്തരും 12 ലെവൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എന്ത് സംഭവിക്കും? പിന്നീട് സംഭവിക്കുന്നത് നമ്മളെ 12ാമത്തെ ലെവലിൽ ഉള്ള ആൾക്കാരുടെ ഏതെങ്കിലും ഒരു ട്രീയുടെ താഴെ നമ്മൾ വീണ്ടും പുതിയ ID റീപ്ലേസ് ചെയ്യുന്നു. 0.03 കൊടുത്തിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യണം. നമ്മൾ വീണ്ടും റീബർത്ത് എടുക്കണം. ഈ റീബർത്ത് എടുക്കുന്ന സമയത്ത് ഡയറക്റ്റ് റെഫറൽ ഉണ്ടാവില്ല. കാരണം ഇപ്പം നമ്മൾ സിസ്റ്റത്തിനുള്ളിലാണുള്ളത്. നമ്മൾ ഒരാളെ ഇൻവൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ സിസ്റ്റത്തിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, കുറെ ആൾക്കാർ പറയുന്നു ഡൗൺലൈൻ്റെ പൈസ പോകും. എങ്ങനെ പോകും? എവിടെ പോകും? ഒരിടവും പോവില്ല, എങ്ങും പോവില്ല. ഈ പറയുന്ന കൊടികുത്തിയ അല്ലെങ്കിൽ 4138 BNB വാങ്ങിയ ഗ്രേറ്റ് ലീഡർ അല്ലെങ്കിൽ അത്ര നല്ല ഒരാള് ഈ 12ാമത്തെ ലെവലിൽ നിൽക്കുന്ന ആരുടെയെങ്കിലും താഴെ പോയി ID അടിച്ചിട്ട് അല്ലെങ്കിൽ പുതിയ ഒരു ID വന്നിട്ട് അവരവിടെ റീപ്ലേസ് ആയി വീണ്ടും ഇതേ സൈക്ലിംഗ് റീസ്റ്റാർട്ടായി മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ഇവിടെ ആരാണ് ലോസ്? ഒരു കുഞ്ഞു പോലും ഇവിടെ ലോസ് ആവില്ല. ഒരു മനുഷ്യൻ പോലും. നമ്മൾ വിളിച്ചുകൊണ്ട് വന്ന ഒരാളടുത്ത് വളരെ കൃത്യമായിട്ട് നമ്മൾ പറയുക, വളരെ കൃത്യമായിട്ട് സ്പഷ്ടമായിട്ട് പറയുക. ഇവിടെ 4138 BNB എടുക്കാനാണോ നിങ്ങൾ വന്നത്? സുഹൃത്തെ, നിങ്ങൾ 4138 BNB എടുക്കാൻ വന്നതാണെങ്കിൽ ഓട്ടോ സ്പിൽ ഓവറും ടീം സപ്പോർട്ടും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോക്കി നിന്നിട്ട് കാര്യമില്ല. നിങ്ങൾ വരൂ, ഇതിൽ ജോയിൻ ചെയ്യൂ, 2 പേരെ കൊണ്ടുവരൂ, കൃത്യസമയത്ത് അപ്ഗ്രേഡ് ചെയ്യൂ. ഇത് തന്നെ നിങ്ങളെ ടീമിലേക്ക് നിങ്ങൾ സ്പ്രെഡ് ചെയ്യൂ. അങ്ങോട്ടേക്ക് ഇത് തന്നെ നിങ്ങൾ കൊടുക്കൂ. ഈ ഒരു കമാൻഡ് തന്നെ നിങ്ങൾ കൊടുക്കൂ. ഉറപ്പായിട്ട് 4138 BNB എന്ന് പറയുന്നത് ആരുടെയും സ്വപ്നങ്ങളിലായിരിക്കില്ല, യാഥാർത്ഥ്യത്തിലായിരിക്കും എന്ന് വളരെ വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ട് ഹൃദയത്തിൽ തൊട്ട് ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും പറയാണ് സുഹൃത്തുക്കളെ. ഇല്ലാതെ നമ്മൾ വെറുതെ വന്നാൽ മതി, ഇവിടെ BNB നിങ്ങൾക്ക് ഒരുപാട് കിട്ടും എന്ന് പറഞ്ഞ് ഫേക്കായിട്ട് ആരെങ്കിലും ഓട്ടോ സ്പില്ലോവർ കിട്ടും, ഒന്നും ചെയ്യേണ്ട, വെറുതെ വന്ന് ഇവിടെ ഇരുന്നാൽ മതി. ഓട്ടോ സ്പില്ലോവർക്ക് ഈ ഒരു പ്ലാനിന്റെ ബ്യൂട്ടിയാണ്. വെറും എന്താ പറയാ, ഇതിൽ കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് മാത്രമാണ്. ഇവിടെ നമ്മൾ 4138 BNB വാങ്ങാനായിട്ട് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അതിന് വേണ്ടിയിട്ട് മിനിമം കോസ്റ്റിൽ നമ്മളൊരു പണി എടുക്കണം. ഞാൻ ഇതിനു മുമ്പ് പല സൂമിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു പെട്ടിക്കട ഇടുകയാണെന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ 24 മണിക്കൂറിൽ നമ്മളൊരു 10-12 മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്യണം. അതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മളെ സമയവും നമ്മുടെ കാര്യങ്ങളും എല്ലാം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, പൈസ എല്ലാം ഇൻവെസ്റ്റ് ചെയ്യണം. പക്ഷേ ഇവിടെ 4138 BNB എടുക്കാനായിട്ട് അത്രയും കഷ്ടപ്പാട് പോലും ഇല്ല. നമ്മൾ വരിക, 2 പേരെ കൊണ്ടുവരിക, സമയത്തിന് അപ്ഗ്രേഡ് ചെയ്യുക, നമുക്ക് കിട്ടുമ്പോൾ അപ്ഗ്രേഡ് ചെയ്യുക, അടുത്ത ലെവലിൽ നമുക്ക് കിട്ടുമ്പോൾ അപ്ഗ്രേഡ് ചെയ്യുക, നമ്മളെ ടീമിന് സപ്പോർട്ട് കൊടുക്കുക, സിമ്പിളായിട്ട് പോയിക്കൊണ്ടേ ഇരിക്കുക. 4138 BNB ഈസിലി നമുക്ക് ഓരോരുത്തർക്കും വാങ്ങാൻ സാധിക്കും. നോ ഡൗട്ട്, 100% നമുക്ക് വാങ്ങാൻ സാധിക്കും സുഹൃത്തുക്കളെ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്, സ്പഷ്ടമാണ്. എന്നാൽ പോലും പല ആൾക്കാരും വന്നിട്ട് നമ്മളോട് നെഗറ്റീവ് പറയും. എങ്ങനെ? ഇതൊക്കെ അപ്ലൈനെ കിട്ടും, ഡൗൺ ലൈനിൽ ലോസ് ആണ്. അപ്പം ഡൗൺ ലൈന് എങ്ങനെയാണ് കാശ് പിന്നീട് കിട്ടുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞു, ഈ ഒരു കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് വരുന്ന ആൾക്കാരെ അവോയ്ഡ് ചെയ്യുക. അവൻ നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി വരുന്നവനാ. അവൻ നമ്മളെ സമ്പാദിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഏൺ ചെയ്യുന്നതോ കണ്ടിട്ട് അസൂയപ്പെട്ടിട്ട് അവൻ ഇറിറ്റേറ്റ് ആയിട്ട് വരുന്നവനാ. അവനെ നമ്മൾ എന്താ പാടെ ഒഴിവാക്കുക. ടാറ്റ, ബൈ ബൈ, സി യു, ഗുഡ് ബൈ പറഞ്ഞ ആളെ ഒഴിവാക്കി വിടുക. ഓക്കെ, എന്നിട്ട് പോസിറ്റീവായിട്ട് നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ കൂടെ നിർത്തുക, അവർക്ക് സപ്പോർട്ട് കൊടുക്കുക. ഓക്കെ, ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ 4138 BNB വളരെ സിമ്പിളായിട്ട് ഏൺ ചെയ്യാൻ പറ്റും. ഈ ഒരു റൂള് മാത്രം, 2-3 റൂളുകളാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ റൂളുകൾ മാത്രം നമ്മൾ ഫോളോ അപ്പ് ചെയ്യുക.
ഉറപ്പായിട്ട് നമുക്ക് ഓരോരുത്തർക്കും വാങ്ങാൻ സാധിക്കും. 100%. ഓക്കെ, എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് തോന്നുന്നു. എനിവേ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അപ്ലൈനുമായിട്ട് സംസാരിക്കുക. അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഗ്രൂപ്പിൽ നിന്നും, ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, 10-12 അഡ്മിൻസ് ഉണ്ട്. ആരെ വിളിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ എല്ലാ ഡൗട്ട്സുകളും 100% തീർത്തു തരുന്നതായിരിക്കും. ഓക്കെ, ഇതോടുകൂടി എൻ്റെ ഈ ഒരു സെക്ഷൻ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ ജെയ്സൺ സാറും മാത്യു സാറും സംസാരിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു റഹ്മാൻ സാർ. അടുത്തതായിട്ട് നമുക്കുള്ളത് പ്ലാൻ പ്രസന്റേഷനെ കുറിച്ചും MC കൈകാര്യം ചെയ്തതിനെ കുറിച്ചും നന്ദി പറയുക, അല്ലെങ്കിൽ ഈ സൂമിൽ നമ്മുടെ ഈ സൂം കേൾക്കാൻ വേണ്ടി എത്തിയ എല്ലാവർക്കും നന്ദി പറയുന്നതിനായിട്ടും എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പീരിയൻസോ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ മാത്യു സാറിന് ഈ സൂം കൺക്ലൂഡ് ചെയ്യാനും വൈൻഡപ്പ് ചെയ്യാനും നന്ദി പറയുന്നതിനായിട്ടും വളരെ സ്നേഹത്തോടെ അങ്കമാലിയിലെ ഗ്രേറ്റ് ലീഡർ ആയിരിക്കുന്ന മാത്യു സാറിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പ്ലീസ് കം മാത്യു സാർ. ഹലോ സർ, കേൾക്കാമോ? കേൾക്കാം സാർ, കേൾക്കാം. തീർച്ചയായിട്ടും എനിക്ക് വളരെ സന്തോഷമുണ്ട് ക്ഷണിച്ചതിൽ. പക്ഷേ നിർഭാഗ്യവശാൽ ഞാൻ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് ഗസ്റ്റും കൂടെയുണ്ട്, ആൾക്കാരുണ്ട്. ഒരു നല്ലൊരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. അത് കാരണം തീർച്ചയായിട്ടും മറ്റാർക്കെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി പറയുക, അല്ലെങ്കിൽ നമുക്ക് നാളെ വീണ്ടും കാണാവുന്നതാണ്. തീർച്ചയായിട്ടും കടന്നു വന്ന എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. ബിസിനസ് നല്ല രീതിയിൽ റഹ്മാൻ സാർ പറഞ്ഞു തന്നു. അത് വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ സ്പഷ്ടമായി